നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ചന്ദ്രനിൽ നിന്നും 10ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനാൽ ജ്യോതിഷത്തിലെ ഏറ്റവും ശുഭകരമായ യോഗങ്ങളിൽ ഒരു യോഗമായ അമലായോഗം രൂപം കൊണ്ടിരിക്കുന്നതാണ്. കൂടാതെ ബുധാദിത്യ രാജയോഗത്താലും വരുന്ന 7 ദിവസങ്ങൾ ശുഭകരമാണ് ഈ രാശിക്കാർക്ക്. എന്നാൽ പ്രധാനമായും വരുന്ന 2 ദിവസങ്ങൾ ഏറ്റവും അനുകൂലമാണ്. അതായത് ഏപ്രിൽ 10, 11 എന്ന ദിവസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസങ്ങൾ തന്നെയാകുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. ജാതക പ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ദിവസങ്ങളാണ് മുൻപിലുള്ളത്. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ചില കാര്യങ്ങൾ പ്രധാനമായും ജീവിതത്തിൽ സംഭവിക്കുന്ന ദിവസമാണ്. വിജയകരമായി തന്നെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യമുണ്ട്. നിയമകാര്യങ്ങളിൽ പോലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ കടന്ന് വരാവുന്നതായ സമയമാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം, സന്തോഷകരമായി തീരാം. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലേക്ക് കടന്നു വരിക. സന്താനങ്ങൾ വഴി ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. സന്തോഷം വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുവാൻ സാധിക്കും. പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സമയം കൂടിയാകുന്നു. പ്രതീക്ഷാജനകമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന സാഹചര്യമുണ്ട്. പല കഴിവുകളും ഗുണകരമായി തന്നെ ഭവിക്കാവുന്നതുമാണ്. വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ലാഭം നേടുവാനുള്ള അവസരങ്ങൾ കടന്ന് വരാവുന്നതാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് മുൻപിലുള്ളത്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ അത് കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും കടന്ന് വരാവുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കലാപരമായ കാര്യങ്ങൾ, കഴിവുകൾ തെളിയിക്കുക, കലാപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ അത് ധനപരമായ നേട്ടങ്ങളാണ് എങ്കിലും വന്നു ചേരാം. കൂടാതെ പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തിരിക്കുവാൻ സാധിക്കുന്നതായ ചില അനുഭവങ്ങൾ വന്നു ചേരാം. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആലോചിച്ചുറപ്പിക്കുവാൻ സാധിക്കും. ചില മാറ്റങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കൂടാതെ പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ വിജയിച്ചു എന്ന് വരാം. മുതിർന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. മാർഗനിർദ്ദേശവും പിന്തുണയും പല ഇടങ്ങളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. മതപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും മതപരമായ പ്രവർത്തനങ്ങളിലേക്കുള്ള താല്പര്യം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സമയമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജോലി തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സാഹചര്യം കൂടിയുണ്ട്. തൊഴിൽപരമായ ചില കാര്യങ്ങൾ അനുകൂലമാവുക, ചില കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ ഈ 2 ദിവസം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. കന്നി രാശി.
കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുരോഗതി ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. പ്രധാനമായും പല കാര്യങ്ങൾ, പലവിധ പദ്ധതികൾ വിജയിക്കുവാനുള്ള സാധ്യത ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ അവസരങ്ങൾ, കൂടാതെ ഈ സമയം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരും. ആരോഗ്യ കാര്യങ്ങളിൽ പുരോഗതി വന്നു ചേരാം. കുടുംബ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമാവുക, പിന്തുണ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി തീരുന്ന സമയമാണ് വന്ന് ഭവിക്കുക. ബിസിനസ് കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. തൊഴിൽപരമായും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. ആഗ്രഹിച്ചതായ പല കാര്യങ്ങൾ സ്വന്തമാക്കുക, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുക. വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ അല്ലെങ്കിൽ ചില വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസങ്ങളാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും പരിശ്രമങ്ങൾ നടത്തുന്നവരാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വളരെ കാലമായി നീണ്ടുപോയതായ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ വാഗ്ദാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു ചേരും, എങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില വിഷമകരമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ചില വിഷമങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും, എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഉത്സാഹജനകമായ വാർത്തകൾ അല്ലെങ്കിൽ സന്തോഷം നൽകുന്നതായ ചില വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാം. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായി തീരും. യാത്രകൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നതായ സമയം കൂടിയാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങളെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബ കാര്യങ്ങളിൽ പോലും കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ കാര്യങ്ങൾ, അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക. പല രീതിയിലും കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ചില സാമ്പത്തിക നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുക, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ധനം സഹായധനമാണ് എങ്കിലും ലഭിക്കുക, തൊഴിൽപരമായ നേട്ടങ്ങൾ, ബിസിനസ് സംബന്ധമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാത്തതായ ഉറവിടങ്ങളിൽ നിന്നും ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. സാങ്കേതികപരമായ ജോലികളും കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ പ്രത്യേകമായി വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുയോജ്യം തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം പ്രധാനമായും നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തുക. ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പൊതുവിൽ ധനപരമായ നേട്ടങ്ങളും
സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു.